വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ KSRTC ഒക്ടോബർ മാസം 2024 ഒക്ടോബർ മാസം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് കലണ്ടറാണ്. ടൂർ പാക്കേജസ് ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് ടൂർ പാക്കേജസ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. പിന്നെ ഇതിൽ 2-3 ജില്ലകൾ അപ്ഡേറ്റഡ് അല്ല. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് ഒരു വീഡിയോയും കൂടി ഞാൻ ഈ മാസം തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്ഡേറ്റ് ചെയ്യാത്ത ജില്ലകൾ എന്ന് പറയുമ്പോൾ കൊല്ലം, പത്തനംതിട്ട, തൃശ്ശൂർ ജില്ലകളുടെ അപ്ഡേറ്റ് ഇതിനകത്ത് വന്നിട്ടില്ല. ബാക്കിയുള്ള ജില്ലകളിൽ നിന്ന് ഏതൊക്കെ ഡിപ്പോയിൽ നിന്ന് ഏതൊക്കെ സർവീസാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന അപ്ഡേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് കറക്റ്റ് ടൈംലി ആയിട്ട് കിട്ടും. ഫുള്ളായിട്ടുള്ള അപ്ഡേറ്റ്സ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇതുവരെ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ട്രിപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ആലപ്പുഴ ഡിപ്പോയിൽ ചാർട്ട് ചെയ്തിരിക്കുന്ന മാമലക്കണ്ടം മൂന്നാർ ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 2 ഈ ട്രിപ്പ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് നിലവിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 50 സീറ്റ്സ് ആണ് ഈ ഒരു പാക്കേജിലുള്ളത്. ബുക്കിംഗ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാക്കേജിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കും. അങ്ങനെ ഞാൻ ഓരോന്നും പറയാം. അപ്പം നിങ്ങളത് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഡിപ്പോ ഏതാണെന്ന് നോക്കിയിട്ട് അവിടുന്ന് ഉള്ള ട്രിപ്സ് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള ട്രിപ്സ് നോക്കി ചാർട്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ എല്ലാ ട്രിപ്പിൻ്റെയും നേരെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ ചാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ചാനലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇത് അപ്ഡേറ്റഡ് ലിസ്റ്റ് അല്ല. അപ്പോൾ ഞാൻ ഒരു വീഡിയോ കൂടി അപ്ഡേറ്റഡ് ലിസ്റ്റ് വെച്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ടൈംലി നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ ആലപ്പുഴ ചതുരംഗപ്പാറ ട്രിപ്പ് ചാർട്ട് ചെയ്തിരിക്കുന്നത് ഒക്ടോബർ 6 പിന്നെ ഒരു പിൽഗ്രിം പാക്കേജ് ഒക്ടോബർ 9 ആലപ്പുഴ ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിട്ടുണ്ട്. മലക്കപ്പാറ ട്രിപ്പ് ചാർട്ട് ചെയ്തിരിക്കുന്നത് ഒക്ടോബർ 12 ആലപ്പുഴ ഡിപ്പോയിൽ നിന്ന്. പിന്നെ ഒരു മാമലക്കണ്ടം ട്രിപ്പ് ഒക്ടോബർ 20 ചാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സസ് ആണ്. പിന്നെ ഒക്ടോബർ 27 ഒരു വാഗമൺ ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 27 ഒരു പിൽഗ്രിം ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് ആലപ്പുഴ ഡിപ്പോയിൽ നിന്ന് ഒക്ടോബർ മാസം നിലവിൽ ചാർട്ട് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ട്രിപ്പുകൾ ചാർട്ട് ചെയ്യും. ഇനി അങ്കമാലി ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്ന ട്രിപ്പുകൾ പഞ്ചപാണ്ഡവ ട്രിപ്പുണ്ട് ഒക്ടോബർ 2. മാമലക്കണ്ടം മൂന്നാർ ട്രിപ്പ് ഒക്ടോബർ 6 ചതുരംഗപ്പാറ ട്രിപ്പ് ഒക്ടോബർ 13 മലക്കപ്പാറ ട്രിപ്പ് ഒക്ടോബർ 20 ചാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്കമാലിയിൽ നിന്ന് ചതുരംഗപ്പാറ ട്രിപ്പ് ഒക്ടോബർ 27 ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഡിപ്പോയുടെ പേര് ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഡിപ്പോ എവിടെയാണെന്ന് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കുക. അതിനനുസരിച്ച് ആൽഫബറ്റിക് ഓർഡറിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അടുത്ത ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത് ഒക്ടോബർ 6 ചതുരംഗപ്പാറ ട്രിപ്പുണ്ട്. ഒക്ടോബർ 12 ഗവി ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 20 മാമലക്കണ്ടം ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 27 കുമ്പാവുരുട്ടി ട്രിപ്പുണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ചെങ്ങന്നൂർ ഡിപ്പോ നോക്കാം. ചെങ്ങന്നൂർ ഡിപ്പോയിൽ ഒക്ടോബർ 2 മലക്കപ്പാറ ട്രിപ്പുണ്ട്. ഒക്ടോബർ 6 ഒരു പിൽഗ്രിം പാക്കേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 12 മൂന്നാർ ട്രിപ്പുണ്ട്. ഒക്ടോബർ 19 വാഗമൺ ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 19 മാമലക്കണ്ടം മൂന്നാർ ട്രിപ്പ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ 27 മലക്കപ്പാറ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ചേർത്തല ഡിപ്പോ ഒക്ടോബർ 2 ഒരു പിൽഗ്രിം പാക്കേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 6 മലക്കപ്പാറ ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 9 മാമലക്കണ്ടം മൂന്നാറുണ്ട്. ഒക്ടോബർ 12 വാഗമൺ ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 20 മാമലക്കണ്ടം മൂന്നാർ. ഒക്ടോബർ 27 ചതുരംഗപ്പാറ ട്രിപ്പുണ്ട്. ഒക്ടോബർ 27 തന്നെ വേറൊരു പിൽഗ്രിം ട്രിപ്പും ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എടത്വ ഡിപ്പോയിൽ നിന്ന് ഒക്ടോബർ 2 ഇല്ലിക്കൽ കല്ല് ട്രിപ്പുണ്ട്. ഒക്ടോബർ 6 ഒരു മലക്കപ്പാറ ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 9 വാഗമൺ ട്രിപ്പ് ഉണ്ട്. ഒക്ടോബർ 12 മാമലക്കണ്ടം മൂന്നാർ ട്രിപ്പ് ഉണ്ട്. ഒക്ടോബർ 20 ഒരു പിൽഗ്രിം ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. എറണാകുളം ഡിപ്പോയിൽ നിന്ന് ഒക്ടോബർ 2 മാമലക്കണ്ടം മൂന്നാറുണ്ട്. ഒക്ടോബർ 5 മലക്കപ്പാറ ട്രിപ്പുണ്ട്. ഒക്ടോബർ 6 കാന്തല്ലൂർ ട്രിപ്പുണ്ട്. ഒക്ടോബർ 12 ചതുരംഗപ്പാറ. ഒക്ടോബർ 12 തന്നെ ഒരു മാമലക്കണ്ടം മൂന്നാർ ട്രിപ്പുണ്ട്. ഒക്ടോബർ 13 കാന്തല്ലൂർ ട്രിപ്പ്. 13 തന്നെ ഒരു രാമക്കൽമേട് ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. കോൺടാക്ട് നമ്പർ എല്ലാത്തിൻ്റെ ഞാൻ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിളിച്ച് നോക്കുക. അപ്പോൾ അവർ കൂടുതൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് തരും.
ഒക്ടോബർ 19-ാം തീയതി മലക്കപ്പാറ ട്രിപ്പുണ്ട്. ഒക്ടോബർ 20-ാം തീയതി വാഗമൺ ട്രിപ്പുണ്ട്. ഒക്ടോബർ 26-ാം തീയതി മാമലക്കണ്ടം ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 27-ന് കാന്തല്ലൂർ ട്രിപ്പുണ്ട്. ഒക്ടോബർ 31-ന് രാമക്കൽമേട് ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 31-ന് തന്നെ ഒരു മലക്കപ്പാറ ട്രിപ്പ് കൂടി എറണാകുളം ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് എറണാകുളം ഡിപ്പോയിൽ നിന്നുള്ളത്. ഇനി ഹരിപ്പാട് ഡിപ്പോ നോക്കാം. ഹരിപ്പാട് ഡിപ്പോയിൽ നിന്ന് ഒക്ടോബർ 2-ാം തീയതി മലക്കപ്പാറ ട്രിപ്പുണ്ട്. ഒക്ടോബർ 5-ാം തീയതി ഗുരുവായൂർ ട്രിപ്പുണ്ട്. ഒക്ടോബർ 6-ാം തീയതി വാഗമൺ. ഒക്ടോബർ 6-ാം തീയതി തന്നെ പൊന്മുടി ട്രിപ്പുണ്ട്. ഒക്ടോബർ 12-ന് ഇല്ലിക്കൽ ട്രിപ്പുണ്ട്. ഒക്ടോബർ 12-ന് തന്നെ മൂന്നാർ ട്രിപ്പുണ്ട്. ഒക്ടോബർ 20-ന് പിൽഗ്രിം ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 20-ന് മലക്കപ്പാറ ട്രിപ്പുണ്ട്. ഒക്ടോബർ 26-ന് മൂന്നാർ ട്രിപ്പുണ്ട്. ഒക്ടോബർ 27-ാം തീയതി ഹരിപ്പാട് നിന്ന് ഇല്ലിക്കൽ കല്ല് ട്രിപ്പുണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് ഹരിപ്പാട് ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് കൽപ്പറ്റ ഡിപ്പോ നോക്കാം. കൽപ്പറ്റയിൽ നിന്ന് ഒക്ടോബർ 7-ന് മൈസൂർ ട്രിപ്പുണ്ട്. 14-ാം തീയതി മൈസൂർ പാക്കേജ് ഉണ്ട്. 18-ാം തീയതി ഒക്ടോബർ 18-ന് കണ്ണൂർ പാക്കേജ് ഉണ്ട്. ഒക്ടോബർ 21-ന് മൈസൂർ പാക്കേജ് ഉണ്ട്. ഒക്ടോബർ 25-ന് കണ്ണൂർ പാക്കേജ് ഉണ്ട്. ഒക്ടോബർ 28-ന് മൈസൂർ പാക്കേജ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കണ്ണൂർ ഡിപ്പോ എന്നുള്ള ട്രിപ്പുകൾ നോക്കാം. ഒക്ടോബർ 4-ന് മലക്കപ്പാറ ട്രിപ്പുണ്ട്. ഒക്ടോബർ 6-ന് വയനാട് പാക്കേജ് ഉണ്ട്. ഒക്ടോബർ 6-ന് തന്നെ കോഴിക്കോട് പാക്കേജ് ഉണ്ട്. നെഫർടിറ്റിയും അന്ന് തന്നെയാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്, ഒക്ടോബർ 6-ന് തന്നെ. ഒക്ടോബർ 11-ന് മൂന്നാർ ട്രിപ്പുണ്ട്. ഒക്ടോബർ 13-ന് പൈതൽമല ട്രിപ്പുണ്ട്. ഒക്ടോബർ 18-ന് മലക്കപ്പാറ. ഒക്ടോബർ 27-ന് വയനാട് ട്രിപ്പുണ്ട്. ഇത്രയും. പിന്നെ ഒക്ടോബർ 20-ാം തീയതി നെഫർടിറ്റി ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 20-ാം തീയതി ഒരു കോഴിക്കോട് ട്രിപ്പുണ്ട്. ഒക്ടോബർ 20-ാം തീയതി ഒരു റാണിപുരം ട്രിപ്പുണ്ട്. ഒക്ടോബർ 25-നാണ് മൂകാംബിക ട്രിപ്പ് ചാർട്ട് ചെയ്തിരിക്കുന്നത് കണ്ണൂർ ഡിപ്പോയിൽ നിന്ന്. ഒക്ടോബർ 25-ാം തീയതി തന്നെ മൂന്നാർ ട്രിപ്പും ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 18-ന് വാഗമൺ മൂന്നാർ ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 11-ന് ഗവി ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 11-ന് തന്നെ 2 ഗവി ബസ്സസാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ 27-ന് ഒരു പൈതൽമല ട്രിപ്പ് കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് പൈതൽമല ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ട്രിപ്പാണ് നിലവിൽ കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ട്രിവാൻഡ്രത്തുള്ള കാട്ടാക്കട ഡിപ്പോയിൽ നിന്ന് ഏതൊക്കെ ട്രിപ്പാണെന്ന് നോക്കാം. കാട്ടാക്കടയിൽ നിന്ന് പൊന്മുടി പാക്കേജ് ഒക്ടോബർ 6-നുണ്ട്. ഒക്ടോബർ 12-ന് ഗവി പാക്കേജ് ഉണ്ട്. ഒക്ടോബർ 20-ന് സി അഷ്ടമുടി. ഒക്ടോബർ 26-ന് മൂന്നാർ ട്രിപ്പുണ്ട്. ഒക്ടോബർ 31-ന് വാഗമൺ ട്രിപ്പുണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് കാട്ടാക്കട ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി കായംകുളം ഡിപ്പോയിൽ നിന്ന് ഒക്ടോബർ 2-ന് മലക്കപ്പാറ ട്രിപ്പുണ്ട്. ഒക്ടോബർ 6-ന് ഒരു പിൽഗ്രിം പാക്കേജ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 9-ന് ഒരു മാമലക്കണ്ടം മൂന്നാർ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 12-ന് വാഗമൺ ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 20-ന് ഒരു മാമലക്കണ്ടം ട്രിപ്പുണ്ട്. മാമലക്കണ്ടം വഴി മൂന്നാർ പോകുന്ന ട്രിപ്പുണ്ട്. ഒക്ടോബർ 27-ന് ഒരു ചതുരംഗപ്പാറ ട്രിപ്പും ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് കായംകുളം ഡിപ്പോയിൽ നിന്ന് നിലവിൽ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് ഒക്ടോബർ 5-ന് രാമക്കൽമേട് പാക്കേജ് ഉണ്ട്. ഒക്ടോബർ 6-ന് ഒരു ട്രിവാൻഡ്രം പാക്കേജ് ഉണ്ട്. ഒക്ടോബർ 12-നാണ് നെഫർടിറ്റി പാക്കേജ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ 20-ന് തന്നെ രാമക്കൽമേട് പാക്കേജ് ഉണ്ട്. ഒക്ടോബർ 27-ന് ഇല്ലിക്കൽ ട്രിപ്പ് പാക്കേജും ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്നുള്ളത്. ഇനി നമുക്ക് കോട്ടയം ഡിപ്പോയിൽ നിന്നൊക്കെയാണെന്ന് നോക്കാം. കോട്ടയത്ത് നിന്ന് ഒക്ടോബർ 2-ന് ഗവി ട്രിപ്പുണ്ട്. ഒക്ടോബർ 6-ന് വാഗമൺ ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 12-ന് രാമക്കൽമേട് പാക്കേജ് ഉണ്ട്. ഒക്ടോബർ 13-ന് കാന്തല്ലൂർ ട്രിപ്പുണ്ട്. ഒക്ടോബർ 20-ാം തീയതി ഇലവീഴ പൂഞ്ചിറ പാക്കേജ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 28-ാം തീയതി മൂന്നാർ ട്രിപ്പും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് കോട്ടയം ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത കോഴിക്കോട് ഡിപ്പോ നോക്കാം. കോഴിക്കോട് നിന്ന് ഒക്ടോബർ 5-ാം തീയതി മൂന്നാർ ട്രിപ്പുണ്ട്. ഒക്ടോബർ 20-ാം തീയതി മൂന്നാർ ട്രിപ്പുണ്ട്. ഒക്ടോബർ 19-ാം തീയതി മാമലക്കണ്ടം വഴി മൂന്നാർ ട്രിപ്പുണ്ട്. ഒക്ടോബർ 26-ാം തീയതി മൂന്നാർ ട്രിപ്പുണ്ട്. ഒക്ടോബർ 18-ന് വാഗമൺ ട്രിപ്പുണ്ട്. ഒക്ടോബർ 20-ന് സൈലന്റ് വാലി ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 6-ന് നെല്ലിയാമ്പതി ട്രിപ്പ് കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 20-നും നെല്ലിയാമ്പതി ഉണ്ട്. ഒക്ടോബർ 20-ാം തീയതി ഒരു മലക്കപ്പാറ ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 6-ാം തീയതി ഒരു ജാനകിക്കാട് ടൂർ പാക്കേജ് കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 20-ാം തീയതിയും ജാനകിക്കാട് പാക്കേജ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 19-നാണ് മൂകാംബിക ട്രിപ്പ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ 13-ന് ഒരു വയനാട് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 27-നും വയനാട് ട്രിപ്പുണ്ട്.
ഒക്ടോബർ 2 ഒരു പൈതൽ മല ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 31 പൈതൽ മല ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 20 ഗുരുവായൂർ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 6 ഒരു കണ്ണൂർ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 20 കണ്ണൂർ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 30 കണ്ണൂർ ട്രിപ്പ് ഉണ്ട്. കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് കണ്ണൂർ സൈറ്റ് സീയിങ് പ്ലേസസിനെ കണക്ട് ചെയ്തുള്ള പാക്കേജ് ഉണ്ട്. ഒക്ടോബർ 27 ഉണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി കുമളി ഡിപ്പോയിൽ നിന്ന് 2 ട്രിപ്പുകളാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ 12 വാഗമൺ, ഒക്ടോബർ 20 വാഗമൺ. 2 ട്രിപ്പുകളാണ് കുമളി ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. മലപ്പുറം ഡിപ്പോ നോക്കുകയാണെങ്കിൽ മലപ്പുറം ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറ പാക്കേജ് 6-ാം തീയതി ഒക്ടോബർ 6-ാം തീയതി ഉണ്ട്. മാമലക്കണ്ടം വഴി മൂന്നാർ ഒക്ടോബർ 12-ാം തീയതി ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മലക്കപ്പാറ ട്രിപ്പ് ഒക്ടോബർ 13-ാം തീയതി ചാർട്ട് ചെയ്തിട്ടുണ്ട്. പൈതൽമല ട്രിപ്പ് ഒക്ടോബർ 19 ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മറയൂർ ട്രിപ്പ് ഒക്ടോബർ 26-ാം തീയതി ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഗവി പാക്കേജ് ഒക്ടോബർ 20 ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 13-ാം തീയതി ഒരു നെഫർട്ടിറ്റി പാക്കേജ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 31 ഒരു നെല്ലിയാമ്പതി ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് മലപ്പുറം ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി മാനന്തവാടി ഡിപ്പോയിൽ നിന്ന് ജംഗിൾ സഫാരി പാക്കേജുകളാണ് കൂടുതലും ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് വയനാടിൽ തന്നെ സൈറ്റ് സീയിങ് സ്പോട്ടുകൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ജംഗിൾ സഫാരി ട്രിപ്പാണ്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒക്ടോബർ 5, 6, 12, 13, 19, 20, 26, 27 ഇത്രയും ദിവസങ്ങളിലാണ് മാനന്തവാടി ഡിപ്പോയിൽ നിന്ന് ജംഗിൾ സഫാരി ട്രിപ്പുകൾ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി മൂന്നാർ ഡിപ്പോയുടെ അപ്ഡേറ്റ് നോക്കാം. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് ഒരു ചതുരംഗപ്പാറ സൈറ്റ് സീയിങ് പാക്കേജ് ഒക്ടോബർ 1 മറയൂർ പാക്കേജ് ഒക്ടോബർ 2 മൂന്നാർ സൈറ്റ് സീയിങ് ഒക്ടോബർ 5 കാന്തല്ലൂർ ഒക്ടോബർ 6, ചതുരംഗപ്പാറ പാക്കേജ് ഒക്ടോബർ 12. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് മൂന്നാർ സൈറ്റ് സീയിങ് സ്പോട്സിലെ കളക്ട് ചെയ്തുള്ള പാക്കേജ് 2 ബസ് 13-ാം തീയതി ഉണ്ട്. മൂന്നാർ സൈറ്റ് സീയിങ് 19-ാം തീയതി ഉണ്ട്. കാന്തല്ലൂർ ട്രിപ്പ് 20-ാം തീയതി ഉണ്ട്. മൂന്നാർ സൈറ്റ് സീയിങ് 26-ാം തീയതി ഉണ്ട്. ചതുരംഗപ്പാറ ട്രിപ്പ് 27-ാം തീയതി ചാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മൂന്നാർ സൈറ്റ് സീയിങ് ട്രിപ്പ് ഒക്ടോബർ 2 ചതുരംഗപ്പാറ ഒക്ടോബർ 31 ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് മൂന്നാർ ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നെടുമങ്ങാട് ഡിപ്പോ നോക്കുകയാണെങ്കിൽ ഒക്ടോബർ 2-ാം തീയതി ഒരു ഇല്ലിക്കൽ കൽ പാക്കേജ് ഉണ്ട്. വാഗമൺ പാക്കേജ് 10 ഒക്ടോബറിനാണ്, ഒക്ടോബർ 10-ാം തീയതിയാണ്. റോസ്മല പാക്കേജ് ഒക്ടോബർ 13-ാം തീയതിയാണ്. വാഗമൺ പാക്കേജ് ഒക്ടോബർ 15, അടവി പാക്കേജ് ഒക്ടോബർ 19, പൊന്മുടി ഒക്ടോബർ 20-ാം തീയതി, മലക്കപ്പാറ ഒക്ടോബർ 27, അഞ്ചുരുളി ഒക്ടോബർ 31. ഇത്രയും പാക്കേജുകളാണ് നെടുമങ്ങാട് ഡിപ്പോയിൽ നിന്നുള്ളത്. ഇനി നിലമ്പൂർ ഡിപ്പോയിൽ നോക്കുകയാണെങ്കിൽ സൈലന്റ് വാലി പാക്കേജ് ഒക്ടോബർ 6-ാം തീയതി ചാർട്ട് ചെയ്തിട്ടുണ്ട്. പൈതൽമല ഒക്ടോബർ 12-ാം തീയതി ഉണ്ട്. മാമലക്കണ്ടം മൂന്നാർ ഒക്ടോബർ 19-ാം തീയതി ചാർട്ട് ചെയ്തിട്ടുണ്ട്. നെല്ലിയാമ്പതി പാക്കേജ് ഒക്ടോബർ 27-ാം തീയതി ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് നിലമ്പൂർ ഡിപ്പോയിൽ നിന്ന് നിലവിൽ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നോർത്ത് പറവൂർ ഡിപ്പോയിൽ നോക്കുകയാണെങ്കിൽ നോർത്ത് പറവൂരിൽ നിന്ന് ചതുരംഗപ്പാറ പാക്കേജ് ഒക്ടോബർ 2 ഒക്ടോബർ 6-ാം തീയതി മാമലക്കണ്ടം മൂന്നാറുണ്ട്. ഒക്ടോബർ 13-ാം തീയതി ചതുരംഗപ്പാറ പാക്കേജ് ഉണ്ട്. ഒക്ടോബർ 20-ാം തീയതി മലക്കപ്പാറ പാക്കേജ് ഉണ്ട്. ഒക്ടോബർ 27-ാം തീയതി ചതുരംഗപ്പാറ പാക്കേജ് ഉണ്ട്. ഇത്രയും പാക്കേജിലാണ് നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് നിലവിൽ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി പാലക്കാട് ഡിപ്പോ നോക്കാം. പാലക്കാട് നിന്ന് ഒക്ടോബർ 2 സൈലന്റ് വാലി പാക്കേജ് ഉണ്ട്. ഒക്ടോബർ 6 നെല്ലിയാമ്പതി, ഒക്ടോബർ 12 നെഫർട്ടിറ്റി, ഒക്ടോബർ 13 നെല്ലിയാമ്പതി, ഒക്ടോബർ 19 മൂന്നാർ, ഒക്ടോബർ 27 സൈലന്റ് വാലി പാക്കേജ് ഉണ്ട്. ഒക്ടോബർ 31-ാം തീയതി ഒരു നെഫർട്ടിറ്റി പാക്കേജ് ഉണ്ട്. ഒക്ടോബർ 1-ാം തീയതി ഒരു പഞ്ചപാണ്ഡവ പാക്കേജ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 26-ാം തീയതി ഒരു വാഗമൺ ഉണ്ട്. ഇത്രയും പാക്കേജാണ് പാലക്കാട് ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി പാറശാല, ട്രിവാൻഡ്രത്തുള്ള പാറശാല ഡിപ്പോയിൽ നിന്ന് ഒക്ടോബർ 2 ഒരു പിൽഗ്രിം പാക്കേജ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 3-ാം തീയതി ഗവി, ഒക്ടോബർ 12-ാം തീയതി ഇലവിഴ പൂഞ്ചിറ പാക്കേജ് ഉണ്ട്. ഒക്ടോബർ 13-ാം തീയതി പൊന്മുടി, ഒക്ടോബർ 19-ാം തീയതി മലക്കപ്പാറ, ഒക്ടോബർ 26-ന് ഒരു പിൽഗ്രിം പാക്കേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 27-ാം തീയതി ഇത് സി അഷ്ടമുടി പാക്കേജ് ഉണ്ട്. ഒക്ടോബർ 31-ന് അഞ്ചുരുളി. ഇത്രയും പാക്കേജുകളാണ് പാറശാല ഡിപ്പോയിൽ നിന്നുള്ളത്. അടുത്ത പെരിന്തൽമണ്ണ ഡിപ്പോയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് ഒക്ടോബർ 2 പെരിന്തൽമണ്ണ എന്നുള്ള പാക്കേജിലാണ്. മലക്കപ്പാറ ഒക്ടോബർ 2, നെല്ലിയാമ്പതി ഒക്ടോബർ 6, വാഗമൺ ഒക്ടോബർ 12, മലക്കപ്പാറ ഒക്ടോബർ 20, മാമലക്കണ്ടം വഴി മൂന്നാർ ഒക്ടോബർ 26, സൈലന്റ് വാലി പാക്കേജ് ഒക്ടോബർ 31. ഇത്രയും പാക്കേജിലാണ്
പെരിന്തൽമണ്ണ ഡിപ്പോ എന്നുള്ളത്. ഇനി സുൽത്താൻ ബത്തേരി ഡിപ്പോ എന്നുള്ള പാക്കേജുകൾ നോക്കാം. ഈ ജംഗിൾ സഫാരി വയനാട് എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വയനാട് ഉള്ള സൈറ്റ് സീയിങ് സ്പോട്ട് കണക്ട് ചെയ്തുള്ളൊരു സർവീസാണ്. അത് ഉള്ളത് ഒക്ടോബർ 6-ാം തീയതിയാണ്. പിന്നെ ഒക്ടോബർ 7-ന് മൈസൂർ പാക്കേജ് ഉണ്ട്. ഒക്ടോബർ 11-ന് ജംഗിൾ സഫാരി പാക്കേജ് ഉണ്ട്. ഒക്ടോബർ 12 ജംഗിൾ സഫാരി, 13 ജംഗിൾ സഫാരി. ഒക്ടോബർ 14-ന് മൈസൂർ പാക്കേജ് ഉണ്ട്. 18-ന് ജംഗിൾ സഫാരി, 19-ന് ജംഗിൾ സഫാരി, 20-ാം തീയതി ജംഗിൾ സഫാരി, 21-ാം തീയതി മൈസൂർ പാക്കേജ്, 25-ാം തീയതി ജംഗിൾ സഫാരി, 26-ാം തീയതി ജംഗിൾ സഫാരി, 27-ാം തീയതി ജംഗിൾ സഫാരി പാക്കേജ്, 28-ാം തീയതി മൈസൂർ പാക്കേജ്. ഇത്തരം പാക്കേജുകളാണ് സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി തൊടുപുഴ ഡിപ്പോ നോക്കുകയാണെങ്കിൽ ഒക്ടോബർ 5-ന് വാഗമൺ ട്രിപ്പുണ്ട്. ഒക്ടോബർ 6-ന് കാന്തല്ലൂർ പാക്കേജ് ഉണ്ട്. ഒക്ടോബർ 12-ന് ചതുരംഗപ്പാറ ട്രിപ്പുണ്ട്. ഒക്ടോബർ 12-ന് തന്നെ വട്ടവട ട്രിപ്പുണ്ട്. ഒക്ടോബർ 19-ന് ഇല്ലിക്കൽക്കൽ പാക്കേജ് ഉണ്ട്. ഒക്ടോബർ 2-ന് കാന്തല്ലൂർ പാക്കേജ് ഉണ്ട്. ഒക്ടോബർ 31-ന് ചതുരംഗപ്പാറ പാക്കേജ് ഉണ്ട്. ഇത്രയും ട്രിപ്പുകളാണ് തൊടുപുഴ ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി വെഞ്ഞാറമൂട് ഡിപ്പോ നോക്കാം. വെഞ്ഞാറമൂട് ഡിപ്പോയിൽ നിന്ന് ഒക്ടോബർ 2-ാം തീയതി വാഗമൺ ട്രിപ്പുണ്ട്. ഒക്ടോബർ 6-ാം തീയതി കുംഭാവുരുട്ടി പാക്കേജ്, ഒക്ടോബർ 12-ാം തീയതി റോസ്മല പാക്കേജ്, ഒക്ടോബർ 13-ാം തീയതി വാഗമൺ പാക്കേജ്, ഒക്ടോബർ 20-ന് രാമക്കൽമേട് പാക്കേജ്, ഒക്ടോബർ 27-ാം തീയതി നെഫർട്ടിറ്റി പാക്കേജ്, ഒക്ടോബർ 31-ന് ഇല്ലിക്കൽക്കൽ പാക്കേജ്. അപ്പോൾ ഇത്രയും ട്രിപ്പുകളാണ് നിലവിൽ KSRTC ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ട്രിപ്സ് ഇതിനകത്തേക്ക് ആഡാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ കൂടി ഞാൻ ഈ മാസം തന്നെ ചെയ്യും. ഫുൾ അപ്ഡേറ്റ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ കൂടി ചെയ്യും. ഇപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്തതിനകത്ത് 3 ജില്ലകളുടെ അപ്ഡേറ്റ്സ് വന്നിട്ടില്ല. കൊല്ലം ജില്ല, പത്തനംതിട്ട ജില്ല, തൃശ്ശൂർ ജില്ല, ഈ 3 ജില്ലകളുടെ ട്രിപ്പിൻ്റെ ഇൻഫർമേഷൻ ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പം അതുകൂടി ഞാൻ ഇനി ഇടുന്ന വീഡിയോയിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്ഡേറ്റ് ചെയ്ത് ഒരു ഫൈനൽ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം ഞാൻ ഇടുന്ന അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. KSRTC ചാർട്ട് ചെയ്തിരിക്കുന്ന ട്രിപ്സിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പിന്നെ KSRTCയുടെ ഈ പറഞ്ഞ ടൂർ ഷെഡ്യൂളിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ 2 കാര്യങ്ങൾ. ഒന്ന്, KSRTCയോടൊപ്പം നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ ഒന്ന് കോസ്റ്റ് എഫക്റ്റീവായിട്ട് യാത്ര ചെയ്യാം. വളരെ കുറഞ്ഞ ചിലവിൽ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുവരാം. പിന്നെ നമുക്ക് സേഫ്റ്റി, അതാണല്ലോ ഇമ്പോർട്ടൻ്റ്. ഏറ്റവും സേഫറായിട്ട് പോയിട്ട് വരാം. നമുക്കൊരു പ്രൈവറ്റ് ആയിട്ടൊക്കെ നമുക്ക് അറിയില്ലാത്ത ആൾക്കാരോട് പോകുന്നതിനേക്കാളും സേഫറായിട്ട് നമുക്ക് KSRTCയോടൊപ്പം യാത്ര ചെയ്ത് തിരിച്ചു വരാം. KSRTCയുടെ ഡിപ്പോൾ എല്ലാ സ്ഥലങ്ങളും, നമ്മൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു തടസ്സം, വണ്ടിക്ക് കേട് പറ്റിയാൽ എന്തെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഡിപ്പോൾ ഉണ്ടാകും. അവിടുന്ന് അടുത്ത ബസ് എടുത്തിട്ട് ട്രിപ്പ് അഫക്റ്റ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യാനുള്ള സൗകര്യങ്ങൾ KSRTC എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഒരു അഡ്വാൻറ്റേജ്. KSRTC യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ യാത്ര അത്രയും എൻജോയബിൾ ആയിട്ട് പോകാൻ പറ്റും. നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. യൂട്യൂബിനകത്തൊക്കെ ഒരുപാട് വീഡിയോസ് ഒരുപാട് ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. വളരെ എഫക്റ്റീവായിട്ട് വളരെ കോർഡിനേറ്റ് ചെയ്ത് KSRTC ചെയ്യുന്ന ടൂർസ് ആൻഡ് ട്രിപ്സ് ആണ്. അപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.